ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാക്ക വന്ന ദിവസം നമ്മൾ രാത്രി നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു തട്ടുകടയിൽ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ് കേട്ടോ. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതിനെ അതും എന്നെ പൊറോട്ട കല്ലുമല വന്ന് ചാരിന്ന് എന്താ ഒരു ചൂട് വിചാരിച്ച്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു തട്ടുകട ഉള്ളത്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. നമ്മൾ കാക്ക വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാതെ നിന്നതിനും അപ്പോൾ വന്ന് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോയതാണ്. സാധാരണ നമ്മൾ വൈറ്റ് ഹൗസിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെയാണ് പോവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാക്കൻ്റെ ഫ്രണ്ടുമാണ് അവിടെ പോയിട്ടുമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെയുള്ള കംപ്ലീറ്റ് സാധനം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. ദോശ, പൊറോട്ട, ഗ്രീൻ പീസ് മസാല, കപ്പ ബിരിയാണി, പിന്നെ ബോട്ടിക്കറി, അതേപോലെ ബീഫ് ഫ്രൈ ചെയ്തത്, ചിക്കൻ 65. അങ്ങനെ അവിടെ എന്തൊക്കെ സാധനം ആ ഒരു ടൈമിലുണ്ടായിരുന്നു നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം സാധാരണ അവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട് കേട്ടോ. കാരണം ഈ വണ്ടിയിലൊക്കെ പോകുന്ന ആളുകളൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ തിരക്ക് കുറഞ്ഞൊരു ടൈം നോക്കിയിട്ട് പോയതാണ്. ഭാഗ്യത്തിന് നമ്മൾ ചെന്നപ്പോൾ പിന്നെ വേറെ ആരും വന്നിട്ടുണ്ടായില്ല. ഞങ്ങളൊക്കെ കൂടി ആന കരിമ്പും കാട്ടി കയറിയ പോലെ ആക്കി ഇറങ്ങിയിട്ടുണ്ടാവിടുന്ന്. ഇതോ എങ്ങനെയുണ്ട്? സൂപ്പറാ. ദോശയും ചിക്കനും ബോട്ടിയൊക്കെ വേണേ. രസമുണ്ടോ മുറുകോ? വ്യത്യാസം കറി അടുത്ത ഐറ്റം വന്നു. ഇവിടെ നമ്മളതിൻ്റെ പോയാൽ തന്നെ അലന്നടിയും. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ദോശയും ബോട്ടിക്കറിയും ബീഫൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഐറ്റവും വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഓ അല്ല ഞാൻ വളരെ കുറച്ചേ കഴിക്കും. അങ്ങനെ മീൻകറി ഉള്ള ലാസ്റ്റ് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ മീൻകറിയും കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്തു. മീനിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് അറിയാലോ. ഈ ഒരു സോഡയോട് കൂടി ഇന്നത്തെ കലാപരിപാടി ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാക്കൻ്റെ ഫ്രണ്ട് രാകേഷ്. ഇവൻ ഇവിടെ പുതുപ്പാടി മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്ക് ഓംപ്ലേറ്റ് ഒരു പ്ലേറ്റിൽ എവിടെ പോവുക? തുഷാരഗിരിയോ? അത് വേണ്ട.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും താമരശ്ശേരി അടിവാരം വയനാട് റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോളി കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒടുങ്ങാക്കാടിനും വെസ്റ്റ് കൈതപ്പൊയിലിനടുക്ക് കുരിശുപള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ്. സെൻറ്റ് ജോർജ് ക്രിസ്ത്യൻ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. ഞാനിത് വെറുതെ ഒരു പരസ്യം പറയുന്ന പോലെ പറയുന്നില്ല കേട്ടോ. നമ്മൾ നല്ല ഫുഡ് കഴിച്ച് കഴിയുമ്പം അത് വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അവർക്ക് അവിടെ കയറാനുള്ളൊരു മനസ്സുണ്ടാവുക. അങ്ങനെ പറഞ്ഞതാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതാ നമ്മൾ തുഷാരഗിരി പോവുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രൈവ് പോവുകയാണ്. തുഷാരഗിരി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം വെറുതെ അവിടെ വരെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പോയാൽ ഒന്നും കാണുമൊന്നുമില്ല, നല്ല ഇരുടായിരിക്കും. വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ മഴയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ പിന്നെ കാക്കി വരെ ഫ്രണ്ട്സൊക്കെ അതാ ഫ്രണ്ടിൽ വേറെ കാറിലാണ് കേട്ടോ, നമ്മൾ ബാക്കിൽ. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ചെറിയ മോൾ. വെള്ളച്ചാട്ടം കാണില്ല, ഇത്രയും താഴെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.